നമസ്കാരം. ദേവസൈന്യ ടെയിൽസ് ബൈ സ്മൃതിയിലേക്കും ക്ഷേത്ര ഐതിഹ്യത്തിൻ്റെ പുതിയൊരു പങ്ക്തിയിലേക്കും ഏവർക്കും സ്വാഗതം. വൈക്കം മഹാദേവ ക്ഷേത്രം അധ്യായം 4. ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയ്ക്ക് കാഴ്ചയിൽ പ്രാധാന്യം ഒന്നുമില്ലെങ്കിലും ഇവിടെയുള്ള ഗോപുരത്തിന് ഒരു ആനവാതിൽ കൂടുതൽ ഉള്ളതായി കാണാം. എല്ലാ വർഷവും വൃശ്ചികമാസത്തിൽ വൈക്കത്തഷ്ടമി നാളിൽ അടുത്തുള്ള ഉദയനാപുരം ക്ഷേത്രത്തിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമി പിതാവായ മഹാദേവനെ കാണാൻ വൈക്കത്തെത്തുന്നത് ഇതുവഴിയാണ്. വടക്കേ ഗോപുരത്തിന് തൊട്ടടുത്ത് ഊട്ടുപുര സ്ഥിതി ചെയ്യുന്നു. 2 നിലകളോട് കൂടിയ മനോഹരമായ ഊട്ടുപുരയുടെ ഇരുനിലകളിലും പണ്ടുകാലത്ത് ബ്രാഹ്മണന്മാർക്ക് ഊട്ടു നടന്നിരുന്നു. ഇന്ന് മുകളിലെ നിലയിൽ ക്ഷേത്രകലാപീഠം പ്രവർത്തിക്കുമ്പോൾ താഴത്തെ നിലയിൽ മാത്രം സദ്യ നടക്കുന്നു. അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ പ്രധാന വഴിപാടും സദ്യയാണ്. പ്രാതൽ എന്നാണ് ഇതിൻ്റെ പേര്. ഊട്ടുപുരയ്ക്കപ്പുറത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു. 2 ഏക്കറിലധികം വിസ്തീർണമുള്ള അതിവിശാലമായ ക്ഷേത്രക്കുളം പക്ഷേ 2015 വരെ വൃത്തികേടായി കിടക്കുകയായിരുന്നു. പിന്നീട് ദേവസ്വം വൻ ചെലവിലാണ് അത് വൃത്തിയാക്കിയത്. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിൽ ദേവസ്വം ഓഫീസും വഴിപാട് കൗണ്ടറുകളുമാണ് ഉള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു എ ഗ്രേഡ് ദേവസ്വമാണ് വൈക്കം ദേവസ്വം. ദേവസ്വം ബോർഡിൻ്റെ വൈക്കം ഗ്രൂപ്പിൻ്റെ ആസ്ഥാനവും ഇവിടെ തന്നെയാണ്. ക്ഷേത്രത്തിൻ്റെ 4 ഭാഗവും ചില ഉപക്ഷേത്രങ്ങളുണ്ട്. വടക്കുംകൂർ മൂകാംബിക ക്ഷേത്രം, വൈക്കം ശ്രീകൃഷ്ണ നവഗ്രഹ ക്ഷേത്രം, മാടത്തിൽ കാവ് ഭദ്രകാളി ക്ഷേത്രം, വൈക്കം അയ്യപ്പസ്വാമി ക്ഷേത്രം തുടങ്ങിയവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ഇവയ്ക്കൊന്നും ശിവക്ഷേത്രത്തോളം പഴക്കമില്ല. കഷ്ടിച്ച് 1-2 നൂറ്റാണ്ടോ അതിലും ചെറിയ സമയമോ മാത്രമേ ആയി കാണൂ. എന്നാൽ ഇവിടങ്ങളിലെല്ലാം നിത്യപൂജകളും വഴിപാടുകളും ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനെക്കുറിച്ച് കൂടുതൽ അറിയാം. സാധാരണ ശ്രീകോവിലിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ട് ഇവിടുത്തെ വലിയ വട്ട ശ്രീകോവിലിന്. കേരളത്തിൽ അണ്ഡാകൃതിയിലുള്ള ഏക ശ്രീകോവിലാണ് ഇത്. കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിൻ്റെ ശില്പി ഉളയന്നൂർ പെരുന്തച്ചനാണെന്ന് വിശ്വസിച്ചു വരുന്നു. പിൽക്കാലത്ത് വടക്കുംകൂർ രാജവംശത്തിൻ്റെ കാലത്ത് തഞ്ചാവൂരിൽ നിന്ന് വന്ന വിശ്വകർമ്മജൻ ഇത് പുനർനിർമ്മിക്കുകയുണ്ടായി. ഏകദേശം 200 അടി ചുറ്റളവുള്ള ഈ ശ്രീകോവിലിന് ഒരു നിലയേ ഉള്ളൂ. അത് ചെമ്പുമേഞ്ഞിരിക്കുന്നു. ശ്രീകോവിലിന് മുകളിൽ സ്വർണ്ണ താഴികക്കുടം ശോഭയോടെ തല ഉയർത്തി നിൽക്കുന്നു. ശ്രീകോവിലിന് 2 മുറികളുണ്ട്. അവയിലേക്ക് കടക്കാൻ 6 പടികളും പടി 6 കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന വരികളിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയും. ശ്രീകോവിലിലെ 2ാമത്തെ മുറിയായ ഗർഭഗൃഹത്തിൽ 2 അടിയോളം പൊക്കമുള്ള പീഠത്തിൽ 6 അടിയിലധികം പൊക്കം വരുന്ന ഭീമാകാരമായ ശിവലിംഗം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശിവലിംഗങ്ങളിൽ ഒന്നാണിത്. ശിവന് പ്രിയപ്പെട്ട കൂവളമാല, തുമ്പപ്പൂമാല, രുദ്രാക്ഷമാല തുടങ്ങിയവ കൊണ്ട് ഇതിൻ്റെ 3/4 ഭാഗവും മറഞ്ഞിരിക്കുകയാകും. വിശ്വപ്രകൃതിയുടെ മൂലതേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ വൈക്കത്തപ്പൻ ശ്രീലകത്ത് മഹാശിവലിംഗമായി കുടികൊള്ളുന്നു. ശ്രീകോവിൽ അതിമനോഹരമായ ചുവർച്ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ്. നടരാജൻ, ദശാവതാരം, ശ്രീദേവി ഭൂദേവി സമേതനായ മഹാവിഷ്ണു, അർജുനനെ പരീക്ഷിച്ച് പാശുപതാസ്ത്രം നൽകുന്ന ശിവൻ, അങ്ങനെ വിവിധതരം ചുവർച്ചിത്രങ്ങൾ ശ്രീകോവിൽ ചുവരുകളെ അലങ്കൃതമാക്കിയിട്ടുണ്ട്. ഇവയിൽ 2016 പുതിയ ചായമിടുകയുണ്ടായി. ശ്രീകോവിലിൻ്റെ പടിഞ്ഞാറേ നടയിൽ അടഞ്ഞ ഒരു വാതിൽ കാണാം. അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ആ നട തുറക്കാറില്ല. പകരം വിളക്കുവയ്പ് മാത്രമേ ഉള്ളൂ. വടക്കുവശത്ത് ഓവ് വ്യാളിമുഖത്തോടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു. ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ദ്രവ്യങ്ങൾ ഇതിലൂടെ ഒഴുകിപ്പോകുന്നു. ശിവക്ഷേത്രമായതിനാൽ ഇതിനപ്പുറം പ്രദക്ഷിണം നിരോധിച്ചിരിക്കുന്നു. അടുത്തത് നാലമ്പലം. അതിവിശാലമായ നാലമ്പലമാണ് ഇവിടുത്തേത്. ചെമ്പുമേഞ്ഞ് അതിമനോഹരമാക്കിയ നാലമ്പലത്തിൻ്റെ പുറം ചുവരുകൾ വിളക്കുമാടം കൊണ്ട് അലങ്കൃതമാക്കിയിരിക്കുന്നു. അകത്ത് കടന്നാൽ ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം.
ഭക്തർ നാമജപത്തിനും വിശ്രമത്തിനും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണിവ. തെക്ക് കിഴക്കേ മൂലയിൽ തിടപ്പള്ളി പണിതിരിക്കുന്നു. പ്രധാന ശ്രീകോവിലിനോട് ചേർന്ന് തെക്കുഭാഗത്ത് ഒരു ചെറിയ ശ്രീകോവിലുണ്ട്. ഗണപതിയാണ് ഈ ശ്രീകോവിലിൽ. പഞ്ചലോഹ നിർമ്മിതമായ 2 വിഗ്രഹങ്ങളാണ് ഈ ശ്രീകോവിലിൽ ഉള്ളത്. ഒന്ന് ബാലഗണപതിയും മറ്റത് മഹാഗണപതിയുമായി കണക്കാക്കപ്പെടുന്നു. കിഴക്കോട്ടാണ് ദർശനം. തുടർച്ച അടുത്ത പങ്ക്തിയിൽ. നന്ദി, നമസ്കാരം.